ആധുനിക യുദ്ധത്തിൽ വിമാനങ്ങളെ പോലെ സൈനികരെ പോലെ വളരെ പ്രധാനമാണ് അൺമാൻഡ് ആയിട്ടുള്ള വിമാനങ്ങൾ. ഡ്രോൺ എന്ന് പറയാം. ഡ്രോണുകൾ നമ്മൾ കാണുന്ന ചെറിയ ഡ്രോണുകളല്ല, അൺമാൻഡ് ആയിട്ട് മനുഷ്യനില്ലാതെ ഓടുന്ന വലിയ വിമാനങ്ങളുണ്ട്. നമ്മുടെ ജെറ്റ് വിമാനങ്ങളുടെയൊക്കെ F-15 അല്ലെങ്കിൽ MiG-29 വലിപ്പമുള്ള യുദ്ധവിമാനങ്ങൾ, പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളുണ്ട്. അത്തരം കുറേ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നു എന്ന് കേട്ടു. അമേരിക്കൻ ബൈഡനുമായിട്ടുള്ള ചർച്ചയുടെയൊക്കെ ഭാഗമായിട്ട് മോദി ബൈഡൻ നേരിട്ടുള്ള കരാറിൻ്റെ ഭാഗമായി ഒരു വിമാനത്തിന് 1000 കോടിയാണ്. ഡ്രോൺ എന്നാണ് അതിനെ വിളിക്കുന്നത്, പക്ഷേ അത് വിമാനം തന്നെയാണ്. അത്തരം വിമാനങ്ങൾ കുറച്ചെണ്ണം വരുന്നു എന്ന് കേട്ടു. അതിൻ്റെ എന്താ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? നമുക്ക് നേവിക്ക് ഇപ്പോൾ ഒരെണ്ണം അങ്ങനെ ഉണ്ടല്ലേ? അതിപ്പോൾ MQ-9B എന്ന് പറയുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ UAV. അതിപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് MQ-9Bയുടെ ഇപ്പോൾ വീഡിയോ കണ്ടു. അത് ശരിക്കും ഒരു വിമാനം പോലെ തന്നെ പറക്കുകയാണ്. വിമാനത്തിൻ്റെ വലിപ്പമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അത് ശരിക്കും അത്ഭുതമാണ്. ഒരു വിമാനത്തിനേക്കാൾ വിലയുള്ളതാണ് ഈ ഡ്രോൺ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. അത് വളരെ അത്യാവശ്യമാണെന്ന് നമ്മുടെ 3 ഫോഴ്സും, വ്യോമസേന, നേവി, പട്ടാളം നിലപാടെടുത്തു. അങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം മോദി ജൂണിൽ 2023 ജൂണിൽ അമേരിക്കയിൽ പോയല്ലോ. വലിയ സ്വീകരണമൊക്കെ, റെഡ് കാർപ്പറ്റ് സ്വീകരണമൊക്കെ. ആ സമയത്ത് തീരുമാനിച്ചതാണ് ഇത് മേടിക്കാൻ 31 എണ്ണം. അപ്പോൾ 31,000 കോടി രൂപ, 32,000 കോടി രൂപയാണ് ഇതിന് വരുന്നത്. 4 ബില്യൺ ചെയ്തിരിക്കുന്നത് 4 ബില്യൺ. അതിപ്പോൾ നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ 33,000 കോടി വരുന്നുണ്ട്. അപ്പോൾ 31 ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് UAVs എന്നാണ് പറയുന്നത്. UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് പറയുന്നത്, UAV. അപ്പോൾ 31 എണ്ണം. ഇതിപ്പോൾ അന്നത്തെ തീരുമാനമനുസരിച്ചിട്ട് ഒക്ടോബർ 31-നകം, ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്, ഡെഡ് ലൈൻ, കരാർ ഒപ്പിടേണ്ടത് ഒക്ടോബർ 31-നകം. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കരാർ. അപ്പോൾ അത് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. വലിയ കരാർ ഒപ്പിട്ട വലിയ താമസമില്ലാതെ ഈ സാധനം ഇങ്ങോട്ട് വരികയും ചെയ്യും. 2026 നമുക്ക്, അതായത് ഫസ്റ്റ് ആദ്യഘട്ടം, ആദ്യ ബാച്ച് അപ്പോൾ വരും. ഇതിൻ്റെ അകത്ത് ആയുധങ്ങളും ഒക്കെ വഹിക്കുന്നതാണിത്. വേണമെങ്കിൽ മനുഷ്യരെയൊക്കെ വഹിക്കാം, പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ സിസ്റ്റം. ബോംബോ ഗ്രനേഡോ ഇനി ആണവായുധം തന്നെയോ കൊണ്ടുപോകാം. ഇതിൻ്റെ അകത്ത് നിരീക്ഷണത്തിനാണ് കൂടുതലും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നേവിയുടെ കയ്യിലുള്ള ഒരെണ്ണം. ആ നേവിയുടെ കയ്യിലുള്ള MQ-9B ഈ പൈററ്റ്സില്ലേ, കടൽ കൊള്ളക്കാരെ ആക്രമിക്കുമ്പോൾ പലപ്പോഴും ഈ അതിൽ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനുമൊക്കെ ഈ ആ ഒരെണ്ണം നമ്മളെ സഹായിച്ചതായിട്ട് തെളിവുണ്ട് നമുക്ക്. ഇപ്പം കഴിഞ്ഞ മെയ്യിൽ MV റൂയൻ എന്ന് പറഞ്ഞൊരു കപ്പൽ റാഞ്ചിയിരുന്നു. അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഏക ഡ്രോൺ, ഈ മോഡൽ MQ-9B ഇപ്പോൾ 31 എണ്ണം മേടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരെണ്ണം ഉള്ളത് 40 മണിക്കൂർ പറന്നു. 40 മണിക്കൂർ പറന്നു INS കൊൽക്കത്ത എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെ ആണ് ഈ കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ടായിരുന്നത്. കടലിൽ അത്രയും സ്ഥലത്തേക്ക് പറന്നിട്ട് നമുക്ക് നേവിക്ക് ചിത്രങ്ങൾ എത്തിച്ചു തന്നു, അവരുടെ ഏർപ്പാടുകളുടെയൊക്കെ. എന്നിട്ടാണ് ഈ INS കൊൽക്കത്തയിൽ നമ്മുടെ ഭടന്മാർ പോയി പൈററ്റ്സിനെ ആക്രമിച്ച് വെടിവെച്ച് നമ്മൾ ഒരു രക്ഷാ ദൗത്യം നടന്നു. നമ്മുടെ കപ്പലൊന്നുമല്ല അത്. നമ്മൾ പക്ഷേ രാജ്യാന്തര തലത്തിലും പലർക്കും സഹായം ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തതാണ്. ഇത് INS രജാലി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഇത് കപ്പലിൽ നിന്നാണ് ഇത് പൊങ്ങി ഉയർന്നത്. INS കൊൽക്കത്തയാണ് പോയി ഓപ്പറേഷനൊക്കെ ചെയ്തത്. കമാൻഡോസിനെ എയർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു പൈററ്റ്സ് ആക്രമിച്ച ആ ഇതേക്ക്. പക്ഷേ ആ ഓപ്പറേഷൻ നമ്മുടെ ഭടന്മാർ ചെയ്തെങ്കിലും അതിനുള്ള വിവരം ഈ ഡ്രോണാണ്. അല്ല, ഇതിപ്പോൾ നമ്മുടെ നേവി ഉൾപ്പെടെ
ഈ ആളില്ലാ വിമാനങ്ങൾ വളരെ മുമ്പ് ഈ ഡ്രോണുകളുടെ ഉപയോഗം ഇത്രയും വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ എറണാകുളത്ത് നിന്ന് ഐലൻഡിലേക്ക്, വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഈ നേവൽ ബേസിൻ്റെ അടുത്തുമ്പോൾ ഭയങ്കര ബ്ലോക്ക്. അന്ന് ഹാർബർ ടെർമിനസിലേക്ക് തീവണ്ടി ഓടുന്ന കൊച്ചിൻ ഹാർബർ ടെർമിനസ്, അവിടേക്ക് തീവണ്ടി പോകുന്ന സമയമാണ്. ഇപ്പോൾ ആ പാത ഉപേക്ഷിക്കപ്പെട്ടു തോന്നുന്നു. ലാസ്റ്റ് വണ്ടി 2-3 വർഷം മുമ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ ഒരിക്കലും ഹോട്ടലാക്കാൻ പോകുന്നു ആ സ്റ്റേഷൻ എന്നൊക്കെ പറയും, പൗരാണിക സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഈ റെയിൽവേ ട്രാക്കിൽ ഈ നേവൽ ബേസിൽ നിന്ന് പറന്നു വരുന്ന ഒരാളിലെ വിമാനം തകർന്നു വേണം. അപ്പോൾ അത് നേവി അത് സുരക്ഷിതമായി അതിൻ്റെ പാർട്സ് ഒന്നും ആരും കൊണ്ടുപോകാൻ പാടില്ല. പോലീസൊക്കെ ആയിട്ട് വളഞ്ഞിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് കിടപ്പുണ്ട്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ ഡ്രോണുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പാണ്. വളരെ മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ ഇത്തരം സാധനങ്ങളൊക്കെ, ഇത്രയും വലുതില്ല, ചെറുതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സുനിൽ പറഞ്ഞത് ശരിയാണ്. ആളില്ലാ വിമാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. സർച്ചർ, ഹെറോൺ എന്ന് പറഞ്ഞ 2 തരം ആളില്ലാ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷെ പഴഞ്ചനായിപ്പോയി. അതുകൊണ്ടാണ് ഈ MQ-9B തന്നെ വേണം എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്നത്. അല്ല, അതിനെയൊന്നും അന്ന് നമ്മൾ ഡ്രോൺ എന്ന് വിളിക്കില്ല, ആളില്ലാ വിമാനം എന്ന് പറയാറുള്ളൂ. പക്ഷെ അത് ഡ്രോൺ തന്നെയാണ്. അതെ. ഇപ്പൊ ഇതിനെ 1000 കോടി രൂപ വിലയുള്ളതിനെ ഡ്രോൺ നമുക്ക് വിളിക്കാമെങ്കിൽ അത് ഡ്രോൺ മുൻകാല പ്രാബല്യത്തോടു കൂടി ഡ്രോൺ എന്ന് വിളിക്കാം. അന്ന് ഞാനും ഒക്കെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്, ആളില്ലാ വിമാനം അവിടെ തകർന്നു വീണു. എല്ലാ വിമാനങ്ങളിൽ ഞാൻ എഴുതിയതായിട്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ടില്ല. യുദ്ധത്തിലൊക്കെ നമ്മൾ എഴുതിയതായിട്ട് ഓർക്കുന്നുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അതാണ് ഈ സർച്ചറും ഹെറോണും നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം. ഇതിന് പ്രെഡേറ്റർ ഡ്രോൺസ് എന്ന് പറയും. ഇവിടെ അത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആയുധങ്ങളും ഈ മിസൈൽ ലോഞ്ചേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് ഈ ഡ്രോണിൻ്റെ അടിയിൽ മിസൈൽ ട്യൂബ്സ് ഇല്ലേ ലോഞ്ച് ചെയ്യാനുള്ള, അതൊക്കെ ഘടിപ്പിക്കും എന്നാണ് കരുതേണ്ടത്. ഇവിടെ അസംബിൾ ചെയ്യുമ്പോൾ ആയുധങ്ങൾ ഘടിപ്പിക്കുന്ന മാത്രമേ ഞാൻ വായിച്ചിരുന്നുള്ളൂ. പക്ഷെ പല വിമാനങ്ങളുടെയൊക്കെ ബാക്കിൽ അത് അങ്ങനെ കാണാം, ഈ യുദ്ധവിമാനങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഈ കമ്പനി പറഞ്ഞിട്ടുണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ല, നിങ്ങൾക്ക് സാങ്കേതിക വിവരങ്ങളും വൈദഗ്ധ്യവും തരില്ല, അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, കൺസൾട്ടൻസി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ഇഷ്ടംപോലെ പൈസ 1000 കോടിയല്ലേ ഈ സാധനത്തിനുള്ളത്, അത് ഈടാക്കാം എന്ന് കമ്പനി വിചാരിച്ചിട്ടുണ്ടാകാം. 3 ഹബ്ബുകൾ ആയിട്ട് തിരിച്ച് 3 ഹബ്ബുകളിലാണ് ഇന്ത്യയിൽ ഇവ 10 വെച്ച് സൂക്ഷിക്കുന്നത്. 10 വെച്ചല്ല, നോർത്ത്, നോർത്ത് ഈസ്റ്റ്, സൗത്ത്. സൗത്തിലാണ്, ചെന്നൈയിലാണ് INS രജാലി മാരിടൈം ഹബ്. 33 ഉള്ളതുകൊണ്ട് 10 വീതം 3 ഡിവൈഡ് ചെയ്തതാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നേവിക്ക് 15 എണ്ണം, ആർമിക്കും വ്യോമസേനയ്ക്കും 8 എണ്ണം വീതം. അപ്പം നേവിക്കാണ് ഇത് കൂടുതൽ ആവശ്യവും ഉപയോഗവും. ഈ പൈററ്റുകളുടെ കാര്യവും കൂടിയൊക്കെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട് ആഗോളതലത്തിൽ. അപ്പോൾ മാരിടൈം ഹബ്ബ് നേവിയുടേത് INS രജാലി എന്ന് പറഞ്ഞ കപ്പൽ, ചെന്നൈയിലാണത്. ഇപ്പോൾ നമ്മൾ 2 ഈ MQ-9B ഡ്രോണുകൾ പാട്ടത്തിനെടുത്തത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടില്ല. 2 എണ്ണം പാട്ടത്തിനെടുത്തത്. അങ്ങനെ 3 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ സ്വന്തം, 2 എണ്ണം ലീസിനെടുത്ത്. അതെ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അത് പാട്ടത്തിനെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൂടുതലും ചൈന പാകിസ്ഥാൻ അതിർത്തി ആണ് വിന്യസിക്കാനും അവരെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നതും. ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിൻ്റെ ആദ്യ ഓർഡറൊക്കെ കൊടുത്തിരുന്നു. ചൈനയ്ക്കെതിരെ 2 സ്ഥലങ്ങളിൽ ഇത് വിന്യസിക്കും. അതിർത്തിയിലാണ്, ഇന്ത്യൻ സമുദ്രമേഖലയിലും ഇത് വിന്യസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈനയുടെ അന്തർവാഹിനികൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഈ ചൈനയുടെ അന്തർവാഹിനിക്കെതിരെ ഇതിൽ ലൈറ്റ് വെയ്റ്റ്, കനം കുറഞ്ഞ സോണോ ബോയ്സ് ഈ ഡ്രോണിൽ ഘടിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ചൈന പാകിസ്ഥാന് കുറേ അന്തർവാഹിനികൾ കൊടുത്തിട്ടുണ്ട്. അത് ഗൾഫ് ഓഫ് ഈഡൻ, ഇന്ത്യൻ ഓഷ്യൻ ആ ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഡ്രോണുകൾ എപ്പോഴും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. ഈ പാകിസ്ഥാൻ്റെ അന്തർവാഹിനികളും ചൈനയുടെ അന്തർവാഹിനികളും ഒക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. ഹണ്ടർ കില്ലർ ഡ്രോൺ എന്നും ഇതിനെ
പറയുന്നുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് രണ്ട് അന്തർവാഹിനി വേദ കപ്പലുകൾ ഇന്നലെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നീറ്റിലിറക്കി അന്തർവാഹിനികളെ ആക്രമിക്കാനുള്ള കപ്പലുകൾ കൊച്ചിയിൽ നിർമ്മിച്ചതാണ്. അത് അന്തർവാഹിനികൾക്കെതിരെ മിസൈലൊക്കെ വരികയാണെങ്കിൽ അത് തടയാനുള്ള സംഭവമാണ് 2 എണ്ണം ഇന്നലെ ഷിപ്പ്യാർഡിൽ നിന്ന് വന്നു. ഷിപ്പ്യാർഡിൽ നമ്മളിപ്പോൾ ഒരു മറ്റേ ന്യൂക്ലിയർ ഇത് വിക്രാന്ത് പണിയുന്നുണ്ട്. അതിന്റെ ചിത്രങ്ങളാണ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തു. അതെ, NIA അടുത്ത കാലത്ത് റെയ്ഡ് നടത്തിയില്ലേ, അത് അവിടെ പണിയിലിരിക്കുന്ന ഒരു യുദ്ധക്കപ്പലിൽ ഒരു കണ്ണൂരുകാരൻ കയറി അതൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാന് പിടിച്ചത്. ഇപ്പോഴും യുദ്ധക്കപ്പലുകൾ ഉണ്ട്. ഇനി നമ്മൾ വിമാനവാഹിനി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വിമാനവാഹിനി പൊങ്ങിക്കിടക്കുകയാണല്ലോ. മിസൈലുകൾക്ക്, ശത്രുവിൻ്റെ മിസൈലുകൾക്ക് ആക്രമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കൂടുതലും ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ്, ആണവ അന്തർവാഹിനികൾ ഇനി വരാനാണ് സാധ്യത നമുക്ക് ഇനി. അപ്പോൾ ഹണ്ടർ കില്ലർ ഡ്രോൺ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഹെൽ ഫയർ മിസൈൽ, പിന്നെ ലേസർ സ്മോൾ ഡയമീറ്റർ ബോംബ്സ്, അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ലേസർ ബോംബുകൾ. നേവിക്ക് 15, പട്ടാളം വ്യോമസേന 8 വീതം 2026 ഒടുവിൽ ഇത് കിട്ടും. പട്ടാളത്തിൻ്റെയും മറ്റേ നേവിയുടേത് ചെന്നൈയിലാണെന്ന് പറഞ്ഞല്ലോ. പട്ടാളത്തിൻ്റെയും വ്യോമസേനയുടെയും ഇത് ഹബ്ബ് ഇത് കൊണ്ടുവയ്ക്കുന്നത് സാരസ്വ, ഗോരഖ്പൂർ 2 സ്ഥലത്താണ്. അത് രണ്ടും ഉത്തർപ്രദേശിലാണ്. ആ 2 സ്ഥലത്ത് 4 എണ്ണം വീതം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചെറിയ റൺവേ മതി ഇതിന്, 400 അടി മതി. ഓട്ടോ ടേക്ക് ഓഫ്, ഒന്നും ചെയ്യാനില്ല, താനെ എല്ലാം നടന്നോളും. പിന്നെ താനെ ലാൻഡ് ചെയ്തോളും. റിമോട്ട് ഓപ്പറേഷൻസ് ആണ് അതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 40,000 അടി ഉയരത്തിൽ പറക്കും. 3 ദിവസമൊക്കെ, അതായത് സാധാരണ വിമാനം പോകുന്ന ഹൈറ്റ്സിലേക്ക് പോകും. അതെ, വിമാനം തന്നെ, പൈലറ്റില്ല വിമാനം എന്ന് പറഞ്ഞാൽ സാധാരണ വിമാനത്തിൽ ഇല്ലാത്ത സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആയുധമായി ബന്ധപ്പെട്ട് ധാരാളം. ഏതായാലും നമ്മുടെ ഇന്ത്യൻ സൈന്യം ഓരോ ദിവസവും കൂടുതൽ കരുത്താർജിക്കുകയാണ്. അപ്പോൾ ഈ AK ആൻ്റണി UPA സർക്കാരിൻ്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ പട്ടാളത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നിലവിളിയായിരുന്നു. മോഡേണൈസേഷൻ ഇല്ല, ആയുധങ്ങളില്ല, പുതിയ കരാറുകളില്ല, ഒന്നുമില്ലാതെ. കരാറ് കൊടുത്താൽ അഴിമതി ആരോപണം വരുമോ എന്നൊക്കെ പേടിച്ചിട്ടായി. എന്നാൽ ഒരുപാട് ഡീല് വേറെ നടന്നിട്ടുണ്ട്. ഡീലൊക്കെ നടന്നു. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് DRDOയുടെ മേധാവി നടരാജൻ ഒബ്ജക്റ്റ് ചെയ്തൊരു സംഭവം നടന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഡെവലപ്പ് ചെയ്യാത്തൊരു മിസൈലിന് കരാർ കൊടുത്തു. 10,000 കോടി. സ്കോർപിയൻ അന്തർവാഹിനി ഡീല് അത് നടന്നു. അതിൻ്റെ കിക്ക് ഓഫ്സ് കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ പാർട്ട്ണർക്കാണ് കിട്ടിയത്. പാർട്ട്ണർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സൈന്യം അതിൻ്റെ ആയുധങ്ങളുടെ മൂർച്ച വരുത്തുകയാണ് കൂടുതൽ. നമുക്ക് മാത്രമല്ല, ഈ പണ്ട് ഈ ചിദംബരമൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഒരു വിമാനത്തിന് എന്തിനാണ് 1000 കോടി കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ആ K4 മിസൈൽ വെച്ചിട്ട് അന്തർവാഹിനി ഉണ്ടല്ലോ, അരിഹന്തൊക്കെ, ആ അരിഹന്ത് വാങ്ങാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ, പണിയാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ പി ചിദംബരം ഒരു നോട്ട് കുറിച്ചതാണ്. ഇത് 4 മിസൈൽ വെക്കാൻ വേണ്ടി മാത്രം 25,000 കോടി നമ്മൾ എന്തിനാണ് മുടക്കുന്നത്? അല്ല, പണ്ട് സഖാക്കൾ പറഞ്ഞു കേട്ടില്ലേ, റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമെന്ന്. അങ്ങനെ ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഇപ്പോൾ അയോധ്യ ക്ഷേത്രം പട്ടിണി മാറുമോ? ഇത്രയും പൈസക്ക് പ്രതിമ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമോ? പട്ടേൽ പ്രതിമ ഒരുപാട് പേരുടെ പട്ടിണി മാറി. 1,00,000-ഓളം ആളുകൾക്ക് പുതിയൊരു ജീവിതമാർഗം ഉണ്ടായി പട്ടേൽ പ്രതിമയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, അതിന് മുടക്കിയ 3,000 കോടിയൊക്കെ എന്നേ കിട്ടി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ സൗജന്യ ബസ്സാണ്, കാശ് കൊടുക്കണ്ട അങ്ങോട്ട്. പക്ഷെ അവിടെ കൊടുക്കണം 100-300 രൂപയോളം. അവിടം വരെ അതൊരു തന്ത്രമാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഏതായാലും ഇത് ഈ പൊട്ടക്കുളത്തിലെ
തവളകൾ, കൂപമണ്ഡൂകങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 32,000 കോടി നമുക്ക് കൊടുക്കാൻ കയ്യിലുണ്ട്. സൂപ്പർ പവർ. അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.